ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാങ്ങാച്ചാറാണ് ഉണ്ടാകാൻ പോകുന്നത്. മുളകൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചൊക്കെയാണ്. ഉലുവ വറുത്ത് എടുത്തൊക്കെയാണ്. ചട്ടി ചൂടാക്കാൻ നിൽക്കാം. മാങ്ങയിൽ മുളക് പൊടി തേച്ചതിൽ ഉപ്പിട്ട് വെച്ചൊക്കെയാണ്. ഉപ്പിട്ടു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായ കടുക് ഇടാം. ഇനി കടുക് ഇടാട്ടോ. ഇനി നന്നായി ഇളക്കണം. നമുക്ക് മാങ്ങ വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കാം. ഉലുവപ്പൊടി ഇടണം. ഉപ്പുപൊടി ഇടണം. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങോട്ടും വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇത്തിരി ഒഴിച്ചാൽ മതിയാവും. നമുക്ക് വേറെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് പോയി കാണാം കേട്ടോ. ഈ കാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ഉണ്ട് കൂട്ടുകാരെ. അപ്പൊ അമ്മൂമ്മ ഇപ്പൊ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി കാബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മൂമ്മ ഇവിടെ മിക്സ് ചെയ്യാണ്. ഇനി കാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഇനി നമുക്ക് ചീഞ്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ ഇടണമെന്ന് നമുക്കത് കാണാട്ടോ. ഇനി മഞ്ഞപ്പൊടി അതിനാവശ്യമുണ്ട്. ഇനി നമുക്ക് കടുക് ഇടാം കേട്ടോ. ഇത്തിരിയും കൂടി ഇടാം. ഇനി നന്നായി ഒന്ന് ആട്ടി. ഇനി അതൊന്ന് നന്നായി ചൂടാവട്ടെ കേട്ടോ. അപ്പോഴേക്കും ചൂടാകണം. പിന്നെ ഇതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് പറയാം. കടുക് ആവശ്യമുണ്ട്. ഉഴുന്നും പരിപ്പ് ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ നമുക്ക് ക്യാബേജ് ഇടാം കേട്ടോ. ഇനി ഇതിനുള്ള ക്യാബേജ്. ഇനി നമുക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം.
ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലേശം വേപ്പില ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ച കാബേജ് നമുക്ക് ചേർക്കാം കേട്ടോ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.